ഇനിയിപ്പോ നമ്മുടെ ഉള്ള സ്നേഹമെല്ലാം മോക്ക് തന്നെ അങ്ങ് കൊടുക്കാം. താഴെ ഒരു ആൺകൊച്ചാ ജനിക്കുന്നെങ്കിലേ അവൻ വളർന്നു വന്നാൽ ഏത് രീതിയിലൊക്കെ ആവുമെന്ന് പറയാൻ പറ്റില്ല. പെൺകൊച്ചുങ്ങളാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും അമ്മയും സ്നേഹിച്ചൊക്കെ അങ്ങ് മുമ്പോട്ട് പോയിക്കോളൂ. ഇന്നത്തെ കാലത്തപ്പോ ആൺകുട്ടികൾ ഒരു ഭാരമായി മാറി അല്ലേ? വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരൊക്കെ അങ്ങനെയാ പറയുന്നത്. ആൺകുട്ടികൾ ഇപ്പോ കുടുംബത്തിനൊരു ബാധ്യതയാണെന്ന് നമ്മൾ ഏറെക്കുറെ കണ്ടുവരുന്നതും അങ്ങനെ തന്നെയല്ലേ. പിന്നെ അച്ഛനമ്മമാരുടെ ഭാഗത്തും കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്. എല്ലാം വിറ്റുപറക്കി പിള്ളേരുടെ കല്യാണം നടത്തരുത്. അവരുടെ കല്യാണ ശേഷവും ജീവിക്കാനുള്ളത് കരുതി വെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൈസ കൊടുത്തിട്ടാണെങ്കിലും ആരെങ്കിലും സഹായത്തിന് വയ്ക്കാൻ പറ്റും, മക്കൾ നോക്കില്ലെങ്കിലും. അത് നേരെ. അല്ല പവിത്രേ, ഉണ്ണിക്ക് കുഞ്ഞു ജനിക്കുമെന്ന് ഡോക്ടർ ജീവൻ തന്ന ഉറപ്പ് അതേപടി നിലനിൽക്കുവോ? വെറുതെ ഒന്നും കാർത്തൂന്റെ അച്ഛൻ അങ്ങനെ പറയില്ലല്ലോ. അങ്ങേരെ പോയി എല്ലാവർക്കും സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് നന്നായനെ. ഇപ്പോ ഒളിച്ചും പാത്തും അല്ലേ പോകാൻ പറ്റൂ. മാളൂനെയും കൊണ്ട് ഉണ്ണിക്ക് പോലും അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഏതായാലും അച്ഛനും മോള് കല്യാണ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ, ഇനി എപ്പോഴാ അതൊക്കെ പിടിക്കപ്പെടുന്ന അറിയില്ല. ഈ വീടിന് ചുറ്റും അവരൊക്കെ താമസിക്കുമ്പോ ആകെ ഉള്ളൊരു ആദ്യം അത് മാത്രാ. പിന്നെ ഡോക്ടർക്ക് സ്വസ്ഥമായിട്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല, കാർത്തൂനാണെങ്കിൽ അങ്ങോട്ട് പോകാനും. അതിനുമ്പ് എല്ലാം കലങ്ങി തെളിഞ്ഞാൽ മതിയായിരുന്നു. നീ ആ ലൈറ്റ് ഓഫ് ചെയ്യ്, കിടക്കാം. തലയിൽ തൊട്ട് സത്യം ചെയ്തിട്ട് മനഃപൂർവ്വം കള്ളങ്ങൾ ചെയ്യുന്നതല്ല. എന്റെ അച്ഛൻ പാവോ, നിരപരാധിയാ, അതുകൊണ്ട് തെറ്റ് ചെയ്യുവാ. ആ കാർത്തുമോളെ, അച്ഛനും ഉറങ്ങിയില്ലേ? മോളുടെ വിളി വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉറങ്ങിയില്ല. ഉറക്കം വന്നില്ല എന്ന് പറയുന്നതാവും ശരി. ആ, ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു തന്നത് കണ്ടായിരുന്നോ? എല്ലാം കണ്ടു. ചടങ്ങൊക്കെ ഗംഭീരമായിരുന്നോ? പിന്നെ എല്ലാവരും ഒത്തുകൂടിയ കല്യാണമല്ലേ. ആകെ ഇല്ലാതിരുന്നതേ സാറിന്റെ ഏട്ടനും ഏട്ടത്തിയുവാ. അവരെന്തിനാ വരുന്നത്? താലി കെട്ടുന്ന സമയത്ത് ചെറുക്കനെയും പെണ്ണിനെ ആശീർവദിക്കാത്തവരൊന്നും ആ ചടങ്ങിൽ പങ്കെടുക്കാത്തത് നല്ലത്. ആ, മോള് ഹാപ്പിയായിരുന്നോ? അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ അച്ഛാ? മാളു ഉണ്ണിയേട്ടനും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരല്ലേ. ഇനി എന്തെങ്കിലും ഇതുപോലൊരു ചടങ്ങിന് അച്ഛനെ പങ്കെടുക്കാൻ പറ്റുമോ? അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നന്നായി നമുക്ക് പ്രാർത്ഥിക്കാം, ചിലപ്പോ നടന്നേക്കും. ഇനിയിപ്പോ നാളെ അവര് വിരുന്നിന് വരുമായിരിക്കും മോളുടെ വീട്ടിലേക്ക് അല്ലേ? വിളിച്ചിട്ടുണ്ട്, വരും. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഒരുക്കണം. എന്നാ കിടന്നോ? വേണ്ട, ഇത്തിരി നേരം കൂടി സംസാരിക്കാം. എന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി അച്ഛൻ കാത്തിരുന്നതല്ലേ.
ശരിയപ്പോ ഞാൻ വിളിച്ചോളാം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ. ആരോടാ സംസാരിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ആരോടാ താൻ സംസാരിച്ചേന്ന്? അത് പിന്നെ കണ്ണേട്ടനോടാ. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്താണോ കണ്ണേട്ടനെ വിളിക്കുന്നത്? അത് പിന്നെ ഞാൻ ദുസ്വപ്നം കണ്ടു കണ്ണേട്ടനെ പറ്റി. അതുകൊണ്ടാ പെട്ടെന്ന് വിളിച്ചത്. താനിപ്പോ ഏത് നേരം ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നുണ്ടല്ലോ. എന്നും കണ്ണേട്ടനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ടോ? എന്നൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും മനസ്സിലൊരു പേടി തോന്നിയാ കണ്ണേട്ടനെ വിളിക്കും. അത് കണ്ണേട്ടന്റെ ഉറക്കം കെടുത്തില്ലേ? എനിക്ക് ലോകത്ത് ഉറക്കത്തിലായാൽ പോലും ശല്യം ചെയ്യാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അതെന്റെ കണ്ണേട്ടനാ. അത് ശരി. നമ്മളൊക്കെ അതിനും പുറത്തല്ലേ. ഈ ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയില് ഒരു തർക്കമുണ്ട്. അച്ഛനാണോ ഭർത്താവാണോ മുന്നിലെന്നൊരു തർക്കം. അവിടെ അച്ഛനായിരിക്കും ഒരു പടി മുന്നില്. ഇവിടെ തനിക്ക് ഏട്ടനും അച്ഛനും ഒക്കെ കണ്ണേട്ടനല്ലേ. ഒരു പക്ഷേ ഒരച്ഛൻ തരുന്നതിനേക്കാളും സ്നേഹം തന്നു വളർത്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് ചോദിക്കുന്നതിൽ അർത്ഥമില്ലെന്നറിയാം. എന്നാലും ചോദിക്കുക. എന്നെക്കാളും എത്ര മുകളിലാ കാർത്തുവിന്റെ മനസ്സിൽ കണ്ണേട്ടന്റെ സ്ഥാനം? അങ്ങനെയൊന്നും ഇല്ല സാർ. രണ്ടുപേരെയും രണ്ട് രീതിയിലാണ് ഞാൻ സ്നേഹിക്കുന്നത്. കണ്ണേട്ടൻ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏട്ടനാ. അതുപോലെ തന്നെ സാറും എന്റെ ജീവനാ. എങ്കിൽ ജീവൻ എടുക്കുന്ന പ്രവൃത്തികൾ ഇനി ചെയ്യരുത്. ആ പേരുള്ളവനെ വിളിക്കരുത് ജീവനെ. എന്നും പറഞ്ഞല്ലേ ഇപ്പൊ ഓടി വന്നത്. എന്നിട്ട് എന്തായി? വല്ലതും പിടിക്കാൻ പറ്റുമോ? അങ്ങനെ പിടിക്കരുതേ എന്നാണ് എന്റെ ആഗ്രഹം. പിടിക്കപ്പെട്ട് കഴിഞ്ഞാ നമ്മൾ തമ്മിൽ അകലും. അതൊരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് സംസാരിക്കുമ്പോഴും അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞു പോകുമ്പോഴും അയാളെ വിളിക്കുന്നില്ല, കാണുന്നില്ല എന്നറിയുന്നതാണ് എന്റെ സന്തോഷം. മറിച്ചാണ് കാര്യങ്ങളെങ്കിൽ അതെല്ലാ കുടുംബങ്ങളെയും ബാധിക്കും. അത് പറഞ്ഞപ്പോഴെന്താ മുഖത്തൊരു ഭയം പോലെ? എനിക്കൊരു ഭയമില്ല. സാറെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. പറയുന്നത് തുറന്നു പറയണം. ഇനിയിപ്പൊ താൻ തെറ്റെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാ പറയുന്നത്. നമ്മളിപ്പോ അച്ഛനെ കുറിച്ചും ഭർത്താവിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. കാലം തെറ്റി വന്ന ഒരു അച്ഛനാണ് ഈ ജീവൻ എന്ന് പറയുന്നവൻ. അയാൾക്കൊരിക്കലും തന്റെ മനസ്സിൽ സ്ഥാനം നേടേണ്ട കാര്യമില്ല. നമുക്കിപ്പോ ഉള്ളൊരു പോരായ്മ നമുക്കിടയിൽ ഒരു കുഞ്ഞില്ല എന്നുള്ളതാ. എല്ലാവരും നമ്മുടെ കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുവാ. എന്നാ അതിനെപ്പറ്റിയൊന്നുമല്ല സാറിപ്പോ ഏതു നേരവും സംസാരിക്കുന്നത്. ഈ വിഷയമാ. ഇതാണെങ്കിൽ എനിക്ക് ഒട്ടും കേൾക്കാൻ താല്പര്യമില്ലാത്ത കാര്യമാ. സാറ് വന്ന് കിടക്കാൻ നോക്ക്.
പവിത്രേ, സ്വർണമെല്ലാം കൂടെ കൊണ്ട് ബാങ്കിൽ വെക്കാൻ കൊച്ചിനോട് പറയണം. ഇപ്പൊ ഒരുപാട് കള്ളന്മാരുള്ള കാലവാ. ഇന്നലെ ജനലിൽ ടോർച്ചടിക്കുന്ന കണ്ടായിരുന്നു. ഇനിയിപ്പൊ കരുണനാണോന്നും അറിയാൻ മേല. അമ്മ ഒന്ന് ചുമ്മാതിരിക്കാമേ. മരിച്ചവര് വന്ന് ടോർച്ചടിക്കോ? അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു എറണം കെട്ടവനായിരുന്നു. പിന്നെ മരിച്ചാലുള്ള അവസ്ഥ പറയണോ? ആ വിശ്വേട്ടൻ മാമിയെ കാണാൻ പോയിട്ട് എന്തോ കണ്ട് പേടിച്ചതാ. അല്ലെങ്കിൽ കരുണമാമയെ കൊന്നവർ ഈ വീടിനകത്തുണ്ട്. പിന്നെ കണ്ണേട്ടനുൾപ്പെടെ എല്ലാരും കൊല്ലാനായിട്ട് നടന്നതാ. അവരുടെ ആരുടെയും മുന്നിലേക്ക് വരാതെ അങ്ങേരുടെ അടുത്ത് തന്നെ പ്രേതം എത്തുവോ? പൈസയ്ക്ക് ഒരുപാട് ആർത്തിയുള്ള കൂട്ടത്തിലാ കരുണൻ. അവന്റെ പൈസ എല്ലാം അടിച്ചു മാറ്റിയത് ഈ വിശ്വന. ആ ദേഷ്യത്തിന് ചിലപ്പോ പേടിപ്പിച്ചതാകാനും മതി. ആഹാ, മോളോ അതിരാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ? ആശയിലേ ഇല്ലായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് എഴുന്നേക്കും. അതൊക്കെ കാർത്തു. ഒരു 4:30-5 മണിയാകുമ്പോ എഴുന്നേറ്റ് അടുക്കളയിൽ കയറും. എത്ര വൈകി കിടന്നാലും. ചേച്ചി വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു എഴുന്നേക്കുന്നത്. പിന്നെ കല്യാണമായതുകൊണ്ട് അമ്മ മിക്ക ദിവസവും 6 മണിക്ക് മുന്നേ എഴുന്നേൽപ്പിക്കായിരുന്നു. ഇവിടെ അങ്ങനെ എഴുന്നേക്കൊന്നും വേണ്ട കേട്ടോ. കടയിലേക്ക് പലഹാരമൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഞാനൊരു 4 മണിയാവുമ്പോഴത്തേക്ക് എഴുന്നേക്കും. 6 മണിയാവുമ്പോ എല്ലാം റെഡിയാവും. എനിക്കൊന്ന് കടയിലൊക്കെ വന്ന് നിൽക്കണമെന്നുണ്ട്. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അത് മോശമല്ലേ? പവിത്രയിടത്തേക്കും കാർത്തു വെച്ചിക്കൊക്കെ നിക്കാങ്കി പിന്നെ എനിക്കെന്താ നിന്നാ? അതൊക്കെ ഒരു രസമല്ലേ? അമ്മ പറയുന്നത് കേട്ടായിരുന്നു, കണ്ണേട്ടന് വലിയൊരു ഹോട്ടലിട്ട് തരണമെന്ന്. ആണോ? ഇപ്പൊ തന്നെ ഒരുപാട് സഹായം ചെയ്തു തന്നു മോളെ. ഇനി അതിന്റെ കൂടെ അതൊന്നും വേണ്ട. ആ ഇങ്ങതാ ഇതാ, ഇതേ ഭർത്താവിന് കൊണ്ട് കൊടുക്ക. കണ്ണേട്ടനും കൂടെ ചായ എടുക്ക്. അത് ഞാൻ കൊടുത്തോളാം മോളെ. വേണ്ട, ഇതൊന്നും മാറ്റി വന്നിട്ട് ഞാൻ കൊടുത്തോളാം. ആ പതിവ് ഇവിടെ കാർത്തൂനായിരുന്നു. ഇപ്പൊ കാർത്തൂന്റെ പകരമായി കാർത്തൂന്റെ അനിയത്തി വന്നു. ഒരു പാവം കൊച്ച. കല്യാണം കഴിച്ചു വരുമ്പോ എല്ലാ പെങ്കൊച്ചുങ്ങളും പാവമാ. വെളിച്ചപ്പാടാകുന്നതേ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴല്ലേ. ഇതങ്ങനെയൊന്നും മാറില്ല അമ്മേ. ഒരു സമയത്തെ ഈ കൊച്ചിന്റെ ചേച്ചിയെ പോലെ തന്നെയായിരുന്നു ഈ അനിയത്തി. അത് പിന്നെ അരുണിന് വേണ്ടി പറഞ്ഞു വെച്ചതല്ലയോ. സ്നേഹിച്ച ആളെ കിട്ടാതെ വരുമ്പോ ഏതു പെൺകുട്ടികളായാലും ഇത്രയൊക്കെ കുഴപ്പക്കാരാവും. പക്ഷേ ഇപ്പൊ മഞ്ജുവിനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മാളുവാ. അതുപോലെ കാർത്തൂന് ഇഷ്ടപ്പെടുന്നതും. കരളുപോയ കൊച്ചിനെ കരളയെന്ന് വിളിക്കാൻ ഒരു കുഞ്ഞുണ്ടായാ മതിയായിരുന്നു. എന്റെ ചേർത്തെടുത്ത് ഭഗവതി. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടാ. ഇത് എപ്പോഴെന്നിട്ട് പോയി? പോയിട്ട് കൊറേ സമയായി. കുളി നനയൊക്കെ കഴിഞ്ഞു. ദാ ചൂടാറുന്നതിന് മുമ്പേ ചായ കുടിക്കേ. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ നല്ല മേക്കപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വേഷത്തിൽ മാളു കുറച്ചുകൂടി സുന്ദരിയാ. രാവിലെ എഴുന്നേറ്റ് സുഖിപ്പിക്കണ്ട കേട്ടോ. കണ്ണേടൻ ചായ കൊടുത്തില്ലേ? കൊടുക്കാൻ പോവാ. എന്നാ ചെല്ല്. എന്നോട് വേണം കേട്ടോ. ശരി. കണ്ണേട്ടാ, മോളാണോ ചായ ആയിട്ട് വന്നേ? ഞാൻ ചായ കൊണ്ടുവന്ന കണ്ണേട്ടൻ കുടിക്കില്ലേ? അയ്യോ, അങ്ങനൊന്നുമല്ല മോളെ. സാധാരണ ആ പവിത്രയാണ് ചായ ആയിട്ട് വരാറ് പതിവ്. ഇനി ഞാനായിരിക്കും ആ ജോലി ചെയ്യുന്നത്. നന്നായി. കാർത്തുമോളുള്ളപ്പോ മോളായിരുന്നു എനിക്ക് രാവിലെ ചായ ആയിട്ട് വരുന്നതേ.
കണ്ണു തുറക്കുമ്പോ മോളെ എനിക്ക് കാണണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതുപോലെ തന്നെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോ പശുക്കിടാങ്ങളുമായിട്ട് കാർത്തു ശകരം വരുമായിരുന്നു. കാർത്തുവെച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ ഞാനതെല്ലാം ചെയ്തോളാം. പക്ഷേ എന്റെ ശകനം നല്ലതാണോന്ന് അറിയില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും കാർത്തുവിന്റെ അനിയത്തിയല്ലേ മോള്, അതുകൊണ്ട് മോശമാവില്ല. ആ പിന്നെ മോളുടെ അമ്മയും മുത്തച്ഛനെയൊക്കെ വിളിച്ചായിരുന്നോ? എല്ലാവരെയും രാവിലെ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവരെല്ലാം നല്ല സന്തോഷത്തിലാ. ആ സന്തോഷം എന്നും നിലനിർത്തണം. ഇനിയിപ്പോ ഈ പരിസരത്തൊക്കെ എല്ലാവരും വീട് വെക്കാൻ പോവല്ലേ? ആ അങ്ങനൊരു തീരുമാനം ഞങ്ങൾ എല്ലാവരും എടുത്തിട്ടുണ്ട്. അതിന് മാറിപ്പോരുത്. മോള് തന്നെ അതിന് മുൻകൈ എടുക്കണം. ഞാനും കാർത്തുവെച്ചും തീരുമാനം എടുത്തു കഴിഞ്ഞു, എല്ലാവരും അടുത്തടുത്ത് താമസിക്കണമെന്ന്. പക്ഷേ അതിനിടയ്ക്കൊരു കരടുണ്ട്. ഡോക്ടർ ജീവന്റെ കാര്യം ഞാൻ പറഞ്ഞത്. കാർത്തുവെച്ചിക്ക് സ്വന്തം അച്ഛനോട് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏയ് അങ്ങനൊന്നും ഇല്ല മോളെ. ആദ്യമൊക്കെ അയാളുടെ പേര് കേൾക്കുമ്പോ ദേഷ്യായിരുന്നു കാർത്തുവെച്ചിക്ക്. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. അയാളെ പറ്റി അമ്മ മോശമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കാർത്തുവെച്ച് വിഷമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും മോളുടെ അച്ഛനല്ലേ. പോകെ പോകെ അച്ഛനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ കുറഞ്ഞു വരും. കാർത്തുന്റെ സ്വഭാവതാ. ഇനി അച്ഛനെ മോള് കാണുന്നുണ്ടോ? ഏയ് അവരൊന്നും കാണാറൊന്നുമില്ല. കാർത്തുവെച്ചെ കാണാൻ അയാളിപ്പോഴും അമ്പലത്തിലോട്ടൊന്നും വരാറില്ലേ? ഇല്ലെന്നാ തോന്നേ. അത് മാത്രാണ് ഇപ്പോഴത്തെ ടെൻഷൻ. കാർത്തുവെച്ച് ഡോക്ടർ ജീവനെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എല്ലാ സന്തോഷവും ഇല്ലാതാവും. അരുണേട്ടനും അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ അത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കണമെന്ന് കണ്ണേട്ടൻ കാർത്തുവെച്ചോട് പറയണം. അത് മോളോട് പറഞ്ഞേക്ക്. ഞാൻ പറയുന്നുണ്ട്. എങ്കിലും കണ്ണേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലേ കാർത്തുവെച്ച് അനുസരിക്കൂ. ഇങ്ങ് തന്നേക്ക്. ഇനി നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ മോള് മുൻകൈ എടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തോളാം. പക്ഷേ ഡോക്ടർ ജീവനെ കാർത്തുവെച്ച് കണ്ടു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല കണ്ണേട്ടാ. അതുകൊണ്ടാ അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത്. പൂജാമുറിയിൽ വിളക്കൊക്കെ തെളിയിക്കാൻ പോവാണോ? ഇന്ന് എഴുന്നേക്കാൻ വൈകിയോ? സാധാരണ 6 മണിക്ക് മുമ്പേ അതൊക്കെ ചെയ്യുന്നതാണല്ലോ. കുറച്ച് വൈകി. രാത്രി ഉറക്കക്കുറവുണ്ട്, അതുകൊണ്ടാ വൈകുന്നത്. അല്ല, ഇന്നലെ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്താണല്ലോ കണ്ണേട്ടനുമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. സാറിന്ന് രാവിലെ നടക്കാൻ പോവാണോ? അതെ. എന്താ, വരുന്നോ? എനിക്കങ്ങനെ ഒരു ശീലമില്ലല്ലോ. വീട്ടുജോലിയൊക്കെ ചെയ്യുന്നോണ്ടേ എനിക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് മാളും ഉണ്ണിയും കൂടെ വിരുന്നിന് വരുന്നുണ്ട്. എന്താ സ്പെഷ്യല്? അതൊക്കെ സാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി. മാളുവിനും ഉണ്ണിയേട്ടനും ഇഷ്ടപ്പെട്ടത് എന്താന്നൊക്കെ എനിക്കറിയാം. അല്ലെങ്കിലും മാളു താനുണ്ടാക്കുന്നതൊക്കെ വലിയ താല്പര്യത്തോടെയാണല്ലോ കഴിക്കുന്നത്. ആ അവരെ കുറച്ചു ദിവസം ഇവിടെ നിർത്തണ്ടേ? അവര് നിൽക്കുന്നെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും നിന്നോട്ടെ. അതിനെന്താ ഇപ്പോ? പുതുമോടിയല്ലേ സാറേ, ഇപ്പോ ബന്ധുവീട്ടിലൊക്കെ പോണല്ലോ. അങ്ങനെ അധികം പോവാനൊന്നുമില്ല. മുത്തച്ഛന്റെ വീട്ടിൽ പോയി ഒരു ദിവസം താമസിക്കണം, പിന്നെ അവളുടെ വീട്ടിലും. അല്ലാതെ മറ്റെവിടേക്കും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പോയി നിൽക്കേണ്ട ഒരു വീടുണ്ട്, എന്റെ കുടുംബ വീട്. അവിടേക്ക് ഏതായാലും അവർക്ക് പ്രവേശനം ഇല്ലല്ലോ. ഏട്ടനും ഏട്ടത്തെയും കല്യാണത്തിന് വരാതിരുന്നത് വളരെ മോശമായി പോയി. ഒരു മോശവുമില്ല. അതുകൊണ്ട് മംഗളമായി തന്നെ എല്ലാം നടന്നു. ഇനി നമ്മളായിട്ടൊക്കെ അലമ്പിക്കളയാതിരുന്ന നല്ലത്. നമ്മളെന്തായാലും പാനാ. അല്ല, ജീവിതം താറുമാറാക്കാൻ അടുത്ത് തന്നെ വീടെടുത്ത് ചിലരൊക്കെ താമസിക്കുന്നുണ്ടല്ലോ. അവരൊക്കെ വരുമ്പോ ഇതുവരെ കാണിച്ച വെറുപ്പ് കാണിച്ച ഒരു കുഴപ്പമില്ല, അടുത്താലാണ് കുഴപ്പം. പിന്നെ നമ്മുടെ വീടിനകത്തായിരിക്കും ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകാൻ പോകുന്നത്. എപ്പോഴും എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? വെറുതെ ഒന്ന് മനസ്സിൽ വെച്ചേക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നിപ്പോ
പഴയ പോലെ അയാളെ കുറിച്ച് പറയുമ്പോ തന്റെ മുഖത്ത് വലിയ മാറ്റമൊന്നുമില്ല. പഴയ വെറുപ്പ് അയാളോട് തനിക്കിപ്പോ ഇല്ല എന്നാ പറഞ്ഞത്. എന്റെ വെറുപ്പ് ഞാൻ മനസ്സിൽ വെച്ചാ പോരെ? ഇടയ്ക്കൊക്കെ അത് പുറമെ കാട്ടിയിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. കണ്ണേട്ടാ. ആ അരുണോ, എന്താ ഇത്ര രാവിലെ? ഇരിക്ക്. ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ കണ്ണേട്ടാ. നടന്ന ശേഷം തട്ടുകടയിലുള്ള ആ ചായ കൂടി മുടക്കിയിട്ടില്ലല്ലോ? ഇല്ല. പാറമ്പലൊക്കെ പണിയെടുത്തിട്ടും തടി കൂടി വരാ. ഇപ്പൊ ഭക്ഷണം കഴിപ്പത്തിരി കൂടുതലാണേ. ദേ വയറൊക്കെ ചാടി. ഇനി അരുണിന്റെ ഒപ്പം നടക്കാൻ വന്നാലോ എന്ന് ആലോചിക്കുക. അതിനെന്താ, എനിക്കൊരു കൂട്ടുമാവും. അങ്ങനെയാണെങ്കിൽ 6 മണിക്ക് മുമ്പേ നടക്കണം. നായ്ക്കളുടെ ശല്യം കാരണ ആ സമയത്ത് ഞാൻ ഇറങ്ങാത്തത്. അത് ശരിയാ, കൂട്ടത്തോടെ വന്നു കഴിഞ്ഞാ പെശക. അല്ല കണ്ണേട്ടാ, ഇന്നലെ രാത്രി കാർത്തുമായിട്ട് എന്തായിരുന്നു സംസാരം? കാർത്തുമായിട്ടോ? ഇന്നലെ ഒരു 10-12 മണി കഴിഞ്ഞപ്പോ കാർത്തുവിനെ കണ്ണേട്ടൻ വിളിച്ചില്ലായിരുന്നോ? ഇല്ല. വിളിച്ചില്ലേ? അത് പിന്നെ രാത്രിയിൽ അയാൾ എഴുന്നേറ്റ് പോയി ആരാണ്ടൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കണ്ടു. മൊബൈലിൽ നോക്കിയപ്പോ കണ്ണേട്ടനെ വിളിച്ചിരിക്കുന്നത്. അത് ശരിയാ. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു അവിടെ. ആ സമയത്ത് വിളി വന്നെന്ന് തോന്നുന്നു. വ്യക്തമായിട്ട് ഓർമ്മ വരുന്നില്ല. കണ്ണേട്ടനോട് സംസാരിച്ചു എന്നാണല്ലോ കാർത്തു പറഞ്ഞത്. ആ അരുണേട്ടൻ വന്നോ? എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ കേട്ടോ. രണ്ടാളും എപ്പോഴും അങ്ങോട്ട് ഇറങ്ങുന്നേ? കാർത്തു വെച്ച് വിളിച്ചിരിക്കാ ഇന്ന് അങ്ങോട്ട് വരാൻ. പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ? ഞാനേ അരുണേട്ടന് ചായ എടുക്കാം. എനിക്ക് ചായ എടുക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇവിടെ ഉള്ളവർക്ക് ചായ ഇട്ട് കൊടുത്തോ? ഏട്ടത്തിയിട്ട ചായ ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. അതുപോരാ, ഇനി നീ എല്ലാവർക്കും ചായ ഇട്ട് കൊടുക്കണം. ഒരു ചായ ഇടാനൊക്കെ എനിക്കറിയാം. പിന്നെ പാചകത്തില് മാസ്റ്റർ ഡിഗ്രി എടുത്ത 2 ആള് ഈ കുടുംബത്തിലുണ്ട്. പവിത്ര ഏട്ടത്തി, പിന്നെ കാർത്തുവേച്ചി. കാർത്തുവേച്ചി അരുണേട്ടന്റെ വീട്ടിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോ ഞാനോ മോളെ? ഇവരെല്ലാം പാചകം പഠിപ്പിച്ചത് ഞാനല്ലേ? അത് വെറുതെയാ. പവിത്രടുത്ത് വന്നതിന്റെ പിറ്റേന്ന് മുതൽ അടുക്കളയിൽ കയറി തുടങ്ങിയതാ. ഞാൻ പവിത്രയുടെ കാര്യമല്ല പറഞ്ഞത്, കാർത്തൂന്റെ കാര്യ. കാർത്തു കുഞ്ഞുനാളിൽ എന്റെ കൂടെ നിന്നല്ലേ എല്ലാം പഠിച്ചത്. അന്ന് നമ്മ കാർത്തൂനെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു, അതുപോലെ കുത്തുകയും ചെയ്യുമായിരുന്നു. അത് പിന്നെ അന്നത്തെ എന്റെ സ്വഭാവം ഇത്തിരി കാട്ടിയായിരുന്നു. ഇപ്പോഴല്ലേ തലയ്ക്ക് വെളിവായി തുടങ്ങിയത്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ആ വിജിത ഇവിടെ നിന്നപ്പോ എന്തെല്ലാമാ കാട്ടിക്കൂട്ടിയത്. അവള് കിടന്ന് നട്ടം തിരിഞ്ഞു പോയി. അതുകൊണ്ടിപ്പോ ദീപന്റെ കൂടെ അവള് നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എടാ മോനെ, വേറൊരു വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴേ സ്വന്തം വീട് സ്വർഗമാണെന്ന് പെൺകുട്ടികൾക്ക് തോന്നും. ഇത്തിരി കഷ്ടപ്പാട് ഇവക്ക് കൂടെ കൊടുക്കണേ അമ്മേ, അല്ലെങ്കിൽ ഇവള് മടി പിടിച്ചു. അതൊന്നും വേണ്ട, ഇവള് പാവല്ലേ. അത്ര പാവമൊന്നുമല്ല. ഞാൻ ചായ എടുക്കാം. മോനെ, അതിരാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ചായ കൊണ്ടുപോയി കൊടുക്കും. ചില പെങ്കൊച്ചുങ്ങളെ വെയില് തട്ടുന്നത് വരെ കിടന്നുറങ്ങിക്കളയും. ഇതങ്ങനെയൊന്നുമില്ല. കാർത്തൂന്റെ താഴെയുള്ള കുട്ടിയല്ലേ, പിന്നെ കാർത്തൂന്റെ സ്വഭാവം കുറച്ചെങ്കിലും അതിനും കാണുമല്ലോ. മോനെ, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. മോനെ ഇരിക്കെ, ഞാൻ ചായ എടുത്തോണ്ട് വരാം.